മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 11/8/2004 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകയിരമാണ് നക്ഷത്രം. മകയിരം 4-ാം പാദം. കുംഭലഗ്നം. 2 ശൂന്യം 3-ൽ രാഹു, 4 ശൂന്യം 5-ൽ ചന്ദ്രൻ, ശനി, ശുക്രൻ, 6-ൽ സൂര്യൻ, ഗുളികൻ, 7-ൽ ബുധൻ, ഗുരു, കുജൻ, 8 ശൂന്യം 9-ൽ കേതു, 10, 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ലഗ്നാധിപൻ ശനി ചന്ദ്രനോടൊത്ത് മനസ്സിൻ്റെ സ്ഥാനത്ത്, സന്താന സ്ഥാനത്ത് നിൽക്കുന്നു 5-ൽ. ഇങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവേ ചന്ദ്രനോടൊത്ത് ശനി, രാഹു, കേതു, ഗുളികൻ, ഇവിടെ ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയും വന്നിട്ടുണ്ട്. ഇത്തരം ആളുകൾക്ക് പൊതുവെ മനസ്സിന് ഒരു ആത്മവിശ്വാസമില്ലായ്മ, അതല്ലെങ്കിൽ ഒരു മറ്റുള്ള ആളുകളോട് ഇടപെടുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് ഒക്കെ ഒരു അകാരണമായിട്ടുള്ള ഭയം, അതല്ല എങ്കിൽ ടെൻഷൻ, കൺഫ്യൂഷൻ, പറയുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു അമിത ചിന്ത, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, പ്രധാനമായും ആത്മവിശ്വാസമില്ലായ്മ സഹജമായിട്ട് കാണാൻ സാധിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ 5-ാം ഭാവാധിപൻ 7-ൽ നിൽക്കുന്നു, അവിടേക്ക് ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നു. 5-ൽ ചന്ദ്രൻ, ശനി, ശുക്രൻ നിൽക്കുന്നു, അവിടേക്കും ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഒരു ആത്മവിശ്വാസക്കുറവ്, അല്ലെങ്കിൽ ഇത്തരം ഒരു ഭയം, ടെൻഷൻ, ആങ്സൈറ്റി, കൺഫ്യൂഷൻ, ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ശരിയാണോ, ശരിയാകുമോ, ശരിയാണ് എന്നൊരു ധാരണയിൽ അവർക്ക് എത്താൻ പൊതുവേ പറ്റത്തില്ല. ഒരു ടെൻഷൻ അടിച്ച് പരമാവധി നെഗറ്റീവായി ചിന്തിച്ച് അത് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അത് പരാജയപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. ആ ചിന്തയെ മാറ്റുക, കൃത്യമായിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ തേടുക, എന്നിട്ട് ആത്മവിശ്വാസത്തോടു കൂടി വളരെ പോസിറ്റീവായി ചിന്തിച്ച് ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു മനസ്ഥിതിയിലേക്ക്, തോട്ട് പ്രോസസ്സിലേക്ക് ചിന്തകളെ എത്തിക്കാൻ, കൊണ്ടുവരാൻ സാധിക്കുന്നിടത്താണ് ഇത്തരം ഗ്രഹനിലക്കാരുടെ വിജയം ഇരിക്കുന്നത്. അതിനോടൊത്ത് തന്നെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു 60-70% വരെ കാര്യങ്ങളെ പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കും. 5-ലെ ശനി പ്രത്യേകിച്ച് ലഗ്നാധിപനാണ്, ചന്ദ്രനോടൊത്ത് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അത് വിവാഹകാരക ഗ്രഹവുമാണ്. 7-ാം ഭാവത്തിൽ വിവാഹസ്ഥാനത്ത് ബുധൻ, ഗുരു, കുജനാണ്. 7-ാം ഭാവാധിപൻ നിൽക്കുന്നത് ഗുളികനോടൊത്താണ്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിച്ച് മാത്രമേ ഇത്തരക്കാരെ ചെയ്യാവൂ. അതല്ലാത്ത പക്ഷം വിവാഹ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 10-ാം ഭാവാധിപൻ കുജൻ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. ഗുരുവിനോടൊത്ത്, ബുധനോടൊത്ത് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ, അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടൊരല്പം സ്ട്രെസ്സ്, ടെൻഷൻ, അതല്ലെങ്കിൽ സമയത്തിൽ കൂടുതൽ ഉള്ള പ്രവർത്തനം, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് സാലറി, ശമ്പളം, വേതനം കിട്ടാത്ത അവസ്ഥ, അതുമല്ല എങ്കിൽ ഒരു സ്ഥലത്ത് കുറേ കാലം ജോലി ചെയ്ത ശേഷം അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം കിട്ടുന്ന രീതി, ഇതെല്ലാം തന്നെ ഈ 10-ാം ഭാവവുമായി ബന്ധപ്പെട്ട് ഗുളികൻ്റെ സാന്നിധ്യമുണ്ട് എങ്കിൽ അനവധി പേർക്ക് കണ്ടുവരുന്ന ഒരു രീതി തന്നെയാണ്. അപ്പോൾ അവിടെ വ്യാഴം ഉള്ളത് കൊണ്ട് തന്നെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. എന്നാൽ ശ്രദ്ധ കൊടുക്കുകയും വേണം. ഒരു ജാഗ്രത അത്യാവശ്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്ത് ഉള്ള ജോലി മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സമയം വേണ്ടി വരും. അപ്പോൾ അത്തരം നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് അറിയാൻ ശ്രമിക്കുക. അങ്ങനെയാണ് എങ്കിൽ അതനുസരിച്ച് മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അവിടെയും ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുക. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ വ്യക്തമാവും. രാഹു കേതുകൾക്കുള്ളിലായിട്ടാണ് ഇവിടെ പ്രബല ഗ്രഹങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത്. അത് ചന്ദ്രൻ, ശനി, ശുക്രൻ, സൂര്യൻ, ബുധൻ, ഗുരു, കുജൻ. ഇത്രയും ഗ്രഹങ്ങളും രാഹു കേതുകൾക്കിടയിൽ നിന്ന് കഴിഞ്ഞാൽ അത് കാളസർപ്പയോഗമുണ്ട്. കാളസർപ്പയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് സാധാരണയിൽ കൂടുതൽ ഒരല്പം സമയം കൂടുതൽ എടുക്കും. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ അവിടെ നമ്മൾ ആത്മവിശ്വാസം തീരെ ഇല്ലാതായി കഴിഞ്ഞാൽ അത് കൂടുതൽ നമ്മൾ നെഗറ്റീവാക്കും. പ്രതിസന്ധികൾ ഉണ്ടായാൽ കൂടെ ആത്മവിശ്വാസം കൈവിടാതിരുന്നു കഴിഞ്ഞാൽ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ശേഷി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതല്ല, പ്രതിസന്ധി കാണുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഭയത്തിന് അടിമപ്പെട്ടാൽ ബുദ്ധിമുട്ടാണ്. അത് ആർക്കായാലും. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ആർജവം ഇത്തരം വ്യക്തികൾ നിർബന്ധമായും കാണിക്കുക. ഒപ്പം തന്നെ കൃത്യമായി വഴിപാടുകൾ ചെയ്ത് തന്നെ പോവുക. പ്രാക്ടിക്കലി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ 7-ാം ഭാവാധിപൻ സൂര്യൻ ഗുളികനോടൊത്താണ് നിൽക്കുന്നത്.
7 ബുധൻ, ഗുരു, കുജൻ. ശുക്രൻ നിൽക്കുന്നതും ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്, ശനിയോടൊത്താണ്. അപ്പോൾ വിവാഹം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് പോകുന്നതിന് മുൻപ് കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന ചിട്ടവട്ട പ്രകാരം കൃത്യമായി നാളും പൊരുത്തവും ഉപരി ഗ്രഹനിലയും തന്നെ ചേർത്ത് കൃത്യമാണ് എന്ന് മനസ്സിലാക്കി ചേരുമെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഇത്തരക്കാർ വിവാഹത്തിലേക്ക് പോകാവൂ. പൊതുവേ ഇത്തരക്കാരുടെ വിവാഹം ഒരല്പം സാധാരണയെ കൂടുതൽ വൈകാനുള്ള സാധ്യതയും ഉണ്ട്. ഒരല്പം വൈകിയാൽ തന്നെ ശരിയായിട്ടുള്ളൊരു പാർട്ട്ണറാണ് വരുന്നതെങ്കിൽ ഏറെ നന്ന്. അതല്ല നേരത്തെ നടന്നു പക്ഷേ അത് യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു ബന്ധമാണ് എങ്കിൽ അത് ആർക്കായാലും ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളെ കൃത്യമായി വിവേകത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി തന്നെ കണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത്തരക്കാരുടെ ഈ ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് പൊതുവെ ഗുളികൻ 6ലും 11ലും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ആ ഭാവങ്ങൾ കൊണ്ട് നല്ല ഫലങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ 6ൽ നിൽക്കുന്ന ഗുളികൻ 7ലേക്കും 5ലേക്കും ദൃഷ്ടി ചെയ്യും. ഈ 2 ദൃഷ്ടികളും വളരെ മോശമാണ്. അതേസമയത്ത് 11ലാണ് നിൽക്കുന്നതെങ്കിൽ ചെലവിൻ്റെ സ്ഥാനത്തേക്ക്, വ്യയസ്ഥാനത്തേക്ക് തൻ്റെ 2ാം ദൃഷ്ടിയും അതുപോലെ തന്നെ 12ാം ദൃഷ്ടി തൊഴിൽ സ്ഥാനത്തേക്കും നടത്തും. ഇതും നല്ലതല്ല. അതിന് തത്തുല്യമായിട്ടുള്ള ഫലം തന്നെയാണ് 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നിടത്തേക്ക് ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നതും 10ലേക്ക് 11ൽ നിന്നുകൊണ്ട് 10ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗുളികനും ഏതാണ്ടൊക്കെയും ഒരേ ഗുണം തന്നെയാണ് ചെയ്യുക. തൊഴിൽ സംബന്ധമായിട്ട് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം കിട്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ മാറ്റപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ മാറപ്പെടുന്ന അവസ്ഥ. അതല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്ത് സ്ഥിരമായി എന്തെങ്കിലും ഇറിറ്റേഷൻസ്, ബുദ്ധിമുട്ടുകൾ, യോജിച്ച് പോകാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ ഉണ്ടാവുക. ഇതെല്ലാം തന്നെ ഗുളികനുമായി ബന്ധപ്പെട്ട് ഗുളികൻ്റെ 10ാം ഭാവവുമായോ 10ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയുമായോ ബന്ധപ്പെട്ട് എടുത്ത് തന്നെ പറയേണ്ടുന്ന കാര്യങ്ങളാണ്. ഇവിടെ ആത്മവിശ്വാസം എന്ന വാക്കിന് ഈ ഗ്രഹനിലയിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. പേടിച്ചിരുന്നാൽ ഇരിപ്പ് മാത്രമേ ഉണ്ടാകൂ. ഇറങ്ങി പ്രവർത്തിച്ച് മുന്നേറാനായിട്ട് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ശ്രമിച്ചാൽ, ഇറങ്ങിയാൽ, പ്രവർത്തിച്ചാൽ ഗുണമുണ്ടാവുകയും ചെയ്യും. വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് 5, 7, 9 ഈ 3 ഭാവങ്ങളിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് 1, 2, 3, 4, 5, 6, 7. വ്യാഴം തൻ്റെ 7ാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് നടത്തുന്നു. നല്ലത് തന്നെയാണ്. ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും, ഒരു ബുദ്ധിമുട്ട് വന്നാൽ കൂടെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സംരക്ഷണം വ്യാഴം അവിടെ ഒരുക്കും എന്ന് സാരം. അപ്പോൾ അവിടെയും നമ്മൾ വിവേകത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി ആ കാര്യത്തെ കണ്ടാൽ മാത്രമാണ് ആ വ്യാഴം ഒരുക്കുന്ന സംരക്ഷണത്തിൽ ഒരു ഗുണം നമുക്ക് കിട്ടുക. ഇതാണ് ഇതിൻ്റെ തിയറി. പൊതുവേ ഇത്തരക്കാർ ചിന്തകൾ കൃത്യമായിട്ട് ചിട്ടവട്ടത്തോടു കൂടി തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി വളരെ ശ്രദ്ധയോടെ തന്നെ അതിനെ കാണുക. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഒരു ശ്രദ്ധ പുലർത്തി തന്നെ പോവുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മകയിരമാണ് നക്ഷത്രം. ചൊവ്വ ദശയിൽ, കുജദശയിൽ ജനിച്ചു. 2005 വരെ ചൊവ്വ, അതിനുശേഷം രാഹു 2023 വരെ, ശേഷം ഗുരു 2039 വരെ, ശേഷം ശനി 2058 വരെ, ശേഷം ബുധൻ 2075 വരെ, ശേഷം കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ എന്ന് പറയുന്നത് ഗുരുവിൽ ശനിയാണ്. 4/4/2025 തൊട്ട് 2027 ഒക്ടോബർ 16-ാം തീയതി വരെ ഗുരുവിൽ ശനി. ശനി എന്ന് പറയുമ്പോൾ ഗുളികൻ്റെ ദൃഷ്ടിയുള്ള ചന്ദ്രനോടൊത്ത് നിൽക്കുന്ന, ശുക്രനോടൊത്ത് നിൽക്കുന്ന ശനിയാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും ചിന്തകൾ, ഒരു ശ്രദ്ധ കൊടുത്ത് ബുദ്ധിപരമായി വിവേകത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ ചിന്തിച്ച് ഉറപ്പിക്കുന്നത് എന്ന് കൃത്യമായി ഒന്നുകൂടെ മനസ്സിലാക്കിയ ശേഷം മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാവൂ. അതല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.